അപ്പൊ സന്തോഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു നമുക്ക് ഇതാണ് മതപരം റിലീജിയസ് അല്ലാത്ത ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ഇപ്പൊ ബൈബിളിലുള്ള പറയേണ്ടി ഹോമോസെക്ഷൽ ആൾക്കാരെ ദൈവം കൊന്നുകളഞ്ഞു. ഈ ഹോമോസെക്ഷൽ ആൾക്കാർ കുറ്റപ്പെട്ടല്ല, അവരെ ഇവിടുത്തെ സ്ഥലത്ത് ഭയങ്കര ഇൽട്രീറ്റ്മെന്റ്, വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര പ്രൊമോഷനാണ്. ഇത് രണ്ടും അല്ല വേണ്ടത്, പ്രൊമോഷനും അല്ല ഇൽട്രീറ്റ്മെന്റും അല്ല. എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷൽ കുറച്ച് ഒരു നോർമലായി തോന്നുന്നില്ല. അവരെ ഹെറ്ററോസെക്ഷൽ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതും ഒരു അവരെ ഇൽട്രീറ്റ് ചെയ്യരുത്, പക്ഷെ അത് നോർമലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ ഹെറ്ററോസെക്ഷൽ ആക്കി മാറ്റാൻ നല്ലത്. അപ്പൊ ഇതും ഹോമോസെക്ഷുവാലിറ്റി ഇപ്പൊ പലരും പറയുന്നുണ്ട്. ഇപ്പൊ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഹോമോസെക്ഷൽ കുഴപ്പമാണ്. ഇവര് കല്യാണം കഴിച്ച് പിള്ളേരെ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ജെൻഡർ മാത്രമേ ഉണ്ടാവില്ല, ഫാദർ മാത്രം അല്ലെങ്കിൽ മദർ മാത്രം, മറ്റേ ആളുണ്ടാവില്ല. ഇവർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഹെറ്ററോസെക്ഷാലിറ്റിയാണ്. കാരണം റിലീജിയൻ തന്നെ എന്തുകൊണ്ട് ഹോമോസെക്ഷൽ അലവില്ല, കാരണം അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വരില്ല. എല്ലാവരും ശരിക്ക് ഇവരിപ്പോ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ ശരിക്കും അത് വെസ്റ്റേൺ കൺട്രീസിൽ വേറെ എക്സ്ട്രീമാണ്, ഭയങ്കരമായിട്ട് കൊടുക്കുക. ഇത് രണ്ടും അല്ല വേണ്ടത്. ഒരു ടാലി ആയിട്ട് കൊണ്ടുപോകണം. ടാലി പറഞ്ഞാൽ ഇവരെ ഇൽട്രീറ്റ് ചെയ്യരുത്, ഇവരെ ഹെറ്ററോസെക്ഷൽ അങ്ങനെ ഇതിലേക്ക് മാറ്റുക, അങ്ങനെ രീതിയിലോട്ട്. ഇതെല്ലാം ഹോർമോണൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ എടുക്കണം. റിലീജിയസ് ആകുമ്പോഴാണ് ഇവരെ കൊന്നുകളയാണ്, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണം. അത് വളരെ ശാസ്ത്രീയമായി യുക്തിപൂർവ്വം ഡീൽ ചെയ്യണം. അപ്പൊ ഈ ഒരു ഹോമോസെക്ഷൽ ആളെ ശരിക്കും സമൂഹം അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവരെ ഇൽട്രീറ്റ് ചെയ്യരുത്, പക്ഷെ അവർ ഹെറ്ററോസെക്ഷലാക്കി മാറ്റണം. അതന്നെ വെസ്റ്റ് കാനഡ അവിടെ ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. പീഡോഫൈൽ ഒരു തരത്തിലുള്ള മാനസിക രോഗമാണ്. അപ്പൊ ഈ LGBTQ എന്ന് പറയുന്നതും ഒരു മാനസിക രോഗമാണ്. LGBT പറഞ്ഞ മാനസിക രോഗമല്ല, അത് ഹോർമോണലാണ്. പക്ഷേ ഈ പീഡോഫൈൽ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ചെറിയ പിള്ളേരാ, അത് ഒന്നെങ്കിൽ അവർ ഡ്രഗ്സ് ആൽക്കോഹോൾ പഠിച്ചത്, അല്ലെങ്കിൽ അതൊരു അബ്നോർമാലിറ്റിയാണ്. ഈ പല ക്രിമിനൽസ് പറഞ്ഞ ആൾക്കാർ തന്നെ അബ്നോർമലാണ്. അവരെ ഈ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, അവർക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത്. കാരണം ക്രിമിനൽസ് പറഞ്ഞ ആൾക്കാർ നോർമൽ ആൾക്കാരല്ല. നോർമൽ ആൾക്ക് ഒരാൾ കൊല്ലാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ഈ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് പല പാരൻസും അതിനെപ്പറ്റി അറിയാണ്ട് ചെന്ന് പിള്ളേർക്ക് അങ്ങനെ ഒരു മെന്റൽ ഇൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അത് ശരിക്കും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ആണെങ്കിലും നമ്മൾ ഇന്ത്യ റിലീജിയൻ ആണ്, അതുകൊണ്ടാണ്. പുറത്തൊന്നും അങ്ങനെയല്ല. പക്ഷെ അവര് ഇതിന്റെ ഒരു എല്ലാവരും മിഡിൽ പാത്തിൽ പോകണം, ഒരു ഇതിലൂടെ പോകണം, ശാസ്ത്രീയമായ രീതിയിൽ കാണണം. നമ്മൾ പലപ്പോഴും അല്ല, നമ്മൾ റിലീജിയൻ അവിടെ ശാസ്ത്രമില്ല, ഒന്നുമില്ല. ശാസ്ത്രീയമായി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ഹോർമോണിൽ അങ്ങനത്തെ ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ശാസ്ത്രീയമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനെല്ലാം സൊല്യൂഷൻ. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ കാണാൻ ഇത് മതങ്ങളുടെ ഡോമിനേഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മതങ്ങളിൽ ഇതെല്ലാം പാപമാണ്, ഇതെല്ലാം പറയും. എന്തുകൊണ്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്താൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാം. ശാസ്ത്രീയപരമായി യുക്തിപരമായി ചെയ്തതാണ്. ഒരുപാട് നിയമങ്ങളിൽ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ഫോൾട്ടുകളുണ്ട്. പല ആൾക്കാരും കാര്യങ്ങൾ ചിന്തിക്കുകയോ വിശകലനം ചെയ്യണോ ഇല്ല. അപ്പോൾ സന്തോഷേട്ടൻ എങ്ങനെയാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ശാസ്ത്രീയപരമായിട്ടാണ് ചിന്തിക്കാറ്? ഞാൻ അറിയില്ലാണ്, സയന്റിഫിക് ആയിട്ടാണ്. കാരണം അല്ലെങ്കിൽ മറ്റേ ഈ റിലീജിയൻ നല്ലതാണ്. റിലീജിയൻ ഇപ്പോൾ റിലീജിയൻ ഒരുപാട് നല്ല കാര്യമാണ്, കാർൽ മാർക്സ് പറഞ്ഞത്. പക്ഷെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുണ്ട്. ഈ റീസണിങ് ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് ഇപ്പോൾ സോക്രട്ടീസിനെ കൊന്നത്, അല്ലെങ്കിൽ ബ്രൂണയെ കൊന്നത്, ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആക്കിയത്. അപ്പോൾ കാർൽ മാർക്സ് പറഞ്ഞതാണ് റിലീജിയൻ നല്ലതാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം, അതിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് വരുമ്പോൾ ആൾക്കാരെ കൊന്നുകളയും. ഇന്ത്യയിലെ മിക്ക ആൾക്കാർക്കും അതൊരു ബ്ലൈൻഡ്. ഇന്ത്യ ഒരു റിലീജിയസ് കൺട്രിയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും കാരണം അതാണ്. പക്ഷേ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. ഇവിടെ റിലീജിയൻ അതിൻ്റെതായ ഗുണമുണ്ട്, പല മോറൽ വാല്യൂസ് പറയുന്നുണ്ട്. പക്ഷെ ആ മോറൽ വാല്യൂസ് ഒന്നും ആരും കീപ്പ് ചെയ്യുന്നില്ല. ഇവിടെ അല്ല, പലരും പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യം, എനിക്ക് അത് വേണം ഇത് വേണം, അത് സ്വാർത്ഥൻ്റെയും ബിസിനസ്സാണ്. പക്ഷെ ഈ ഭഗവത്ഗീത ആയാലും ഖുറാനായാലും ബൈബിളായാലും ഇവിടെ എല്ലാം പറയുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതാരും പഠിക്കാറില്ല. ഇപ്പോൾ ഞാൻ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും വലിയ ഫോർഗീവ്നെസ്, ക്ഷമിക്കാന്ന് പറയും. പക്ഷെ ഒരു ക്രിസ്ത്യാനി ഫോർഗീവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് വെറുതെ ഒരു ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്ന ആ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതാരും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് സെക്യുലർ കൺട്രിയാണെന്ന് തോന്നി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്. ഇന്ദിരാഗാന്ധിയാണ് അത് കൊണ്ടുവന്നത്. ഒന്നെങ്കിൽ ഒരു റിലീജിയനും പാടില്ല,
ഇല്ലെങ്കിൽ എല്ലാ റിലീജിയൻ്റെ നല്ലയിടത്ത് പുതിയ റിലീജിയൻ ഉണ്ടാക്കണം. അതെ ഞാൻ പറഞ്ഞു, ഈ സെക്യുലർ കൺട്രി ആണെന്ന് പറയാറുണ്ട് എപ്പോഴും ഇന്ത്യ. പക്ഷെ പലപ്പോഴും ആ സെക്യുലറിസം ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവനിപ്പോൾ ശബരിമല ഇഷ്യൂ തന്നെ ഈ ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ അങ്ങനെ മാറ്റുകയാണെങ്കിൽ എല്ലാ പള്ളിയിലും അമ്പലത്തിലും എല്ലാം മാറ്റണം. അത് പ്രായോഗികമല്ല. അപ്പോൾ ആ സെക്യുലർ കണ്ടേ അവർ വിശ്വാസത്തോടെ ജീവിക്കട്ടെ. അതല്ലേ ഇന്ത്യയിൽ പല കൾച്ചറും പല റിലീജിയനും ഉണ്ടല്ലോ. ആ രീതിയിൽ ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലെ പല കൺട്രീസിൽ റിലീജിയൻ ഇല്ലാതെ പറയും. പക്ഷെ അവിടെ അവരുടേതായ പ്രശ്നമുണ്ട്. എല്ലായിടത്തും പ്രശ്നമുണ്ട്. യൂറോപ്പിൽ അവിടെ ഡിപ്രഷനുണ്ട്, ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം വേണം, എല്ലാത്തിനും മിക്സാണ്. റിലീജിയനും വേണം, സയൻസ് മാത്രമേ പോലെ. ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ സയന്റിഫിക് മാത്രമേ ഉള്ളൂ. റിലീജിയനും വേണം. റിലീജിയൻ എത്ര നല്ല കാര്യങ്ങൾ പറയുന്നു. എല്ലാ റിലീജിയനും പറയുന്ന നല്ല കാര്യങ്ങളല്ലേ. മോറൽ വാല്യൂസ് അല്ലെങ്കിൽ റിലീജിയൻ തന്നെ വേണം. ഇപ്പം റിലീജിയൻ വേണ്ട, പക്ഷെ ദൈവമാണ് വേണ്ടത്. കാരണം റിലീജിയൻ വേണ്ട മനുഷ്യനുണ്ടാക്കിയതാണ്, കുറേ മനുഷ്യനുണ്ടാക്കിയതാണ്. പുരോഹിതന്മാർക്ക് ആശിട്ടാൻ വേണ്ടി മറ്റുണ്ടാക്കിയതാണ്. അല്ല ദൈവം സംഭവം വേണം. കാരണം ഞാൻ തന്നെ 3 മണി സിനിമ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചട്ടൻ. അല്ലെങ്കിൽ പിന്നെ എന്ത് നിരന്തരം ഏറ്റവും കൂടുതൽ മോശം ചെയ്യുന്ന ആൾക്കാരായിരിക്കും നന്നായി വരുന്നത്, പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദൈവം കോൺസെപ്റ്റ് വേണം, പക്ഷെ റിലീജിയൻ്റെ ആവശ്യമില്ല. കാരണം റിലീജിയൻ മനുഷ്യനുണ്ടാക്കിയതാണ്. അത് പുരോഹിതന്മാർക്ക് ആശിട്ടാൻ വേണ്ടി മറ്റും ചെയ്തതാണ്. പക്ഷെ ദൈവം സംഭവം വേണം. അപ്പോൾ ഈ അടുത്ത് നടന്നതും ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ സന്തോഷമായിട്ടും പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ പലരും നമ്മൾ കള്ളു കുടിച്ചുകൊണ്ടോ ഒരു കോമഡി സിനിമ കണ്ടുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവില്ല. നമ്മൾ യുക്തി പോയി, പക്ഷെ എന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത. അതാണ് സോൾവ് ആവട്ടെ. പറഞ്ഞ പോലെ ഇപ്പൊ ഈ നടക്കുന്ന എല്ലാവരും മിതത്വം പാലിക്കുക, എസ്റ്റിമേറ്റിലേക്ക് വായിക്കുക. സയൻസിന് വേണം സയൻസ് മാത്രം, റിലീജിയൻ മാത്രം. അങ്ങനെ പോവാതെ ബുദ്ധിസ്റ്റല്ല പറയുമ്പോൾ മിഡിൽ പാത്ത് ഒരു എല്ലാം കൂടെ ഒരു ബാലൻസ് ചെയ്ത് പോവാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് എല്ലാവരും കൊണ്ടുവരുന്നതാണ് ഇപ്പൊ നമുക്ക് മെസ്സേജ് പോലെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വന്നാലാണ് ഇപ്പൊ ഈ പറയുന്ന മലയാള സിനിമയിലാണെങ്കിലും ആ ഒരു ബാലൻസ് വന്നാൽ ഈ പറയുന്ന ഇഷ്യൂകളൊക്കെ പകുതി കുറയും. പിന്നെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരും. മാർക്ക് മാത്രമല്ല മാനസിക വളർച്ച, മാർക്ക് മാത്രമല്ല നല്ലൊരു വിദ്യാഭ്യാസ സിസ്റ്റം. ആൾക്കാർക്ക് ഒരു വളർച്ച, മാനസിക വളർച്ച വരണം. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പല പ്രശ്നം സോൾവ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും ഇങ്ങനത്തെ കുറെ സൊല്യൂഷൻസും കൊണ്ടുവന്നാൽ നല്ല മനസ്സിലാവുക. നമ്മള് കുറച്ച് ഈ മനുഷ്യത്വം സംഭവം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം ഉണ്ടാക്കി നല്ല എല്ലാവരും സ്നേഹിക്കുക, കുറച്ച് അങ്ങനെ ചെയ്യാം. അതന്നെ സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടായാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ തീരും. നല്ല എല്ലാവരും നല്ല മനസ്സിലായാൽ തന്നെ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു സെൽഫ് ഡെവലപ്മെന്റും സ്വയം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. മനുഷ്യത്വം കാണിക്കുക തന്നെ, നമ്മളെ തമ്മിൽ സ്നേഹിക്കുക. അങ്ങനെ ഒരു മനുഷ്യത്വപരമായ കാര്യം വന്നാൽ തന്നെ സോൾവ് ആയി. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ട് മനുഷ്യത്വം സെൽഫ് ഡെവലപ്പ് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. Okay.